ഹലോ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല കപ്പയും പിന്നെ എല്ലോട് കൂടിയ ബീഫും തേങ്ങയൊക്കെ വറുത്തരച്ചുണ്ടാക്കിയ നല്ലൊരു കപ്പ ബിരിയാണിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നത്. സൂപ്പർ ടേസ്റ്റാണ്. ചിലയിടങ്ങളിലൊക്കെ ഇതിനൊക്കെ പറയൽ എല്ലും കൊപ്പ എന്നൊക്കെ പറയുന്നുണ്ട്. പല പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. പല ആൾക്കാരും പല മാതിരിയാണ് ഉണ്ടാക്കുന്നത്. എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈലാണ് ഇത് കാണിക്കുന്നത്. സൂപ്പർ ടേസ്റ്റാണ്. ഒരു 2 ദിവസം വരെ ഫ്രിഡ്ജിലൊക്കെ കേടുകൂടാതിരിക്കുകയും ചെയ്യും. സ്പൂണോടൊന്നും കഴിച്ചിട്ട് കാര്യമില്ല കേട്ടോ. ഇങ്ങനെ കൈയോടെ തന്നെ ആ ബീഫും ആ എല്ലും ഈ കപ്പയൊക്കെ ചേർത്ത് കഴിക്കണം. സൂപ്പർ ടേസ്റ്റാണ്. വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം. കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല കപ്പ തന്നെ വാങ്ങിക്കണം കേട്ടോ. ചില കപ്പ എത്ര വെച്ച് കഴിഞ്ഞാലും വേഗം ചെയ്യില്ല. വെന്ത് കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഹാർഡ് പോലെയല്ലേ ഇരിക്കും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല കപ്പ തന്നെ എടുക്കണം. ഇതേപോലെ നമുക്ക് തൊലി കളയാം. തൊലി കളഞ്ഞതിന് ശേഷം നമുക്ക് വെള്ളത്തിലിട്ടിട്ട് നല്ലോണം ഇതൊന്ന് വാഷ് ചെയ്തിട്ടെടുക്കണം. അങ്ങനെ വാഷ് ചെയ്തതിന് ശേഷം ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് നല്ലോണം ഒന്ന് വാഷ് ചെയ്യണേ, കാരണം കംപ്ലീറ്റ് കച്ചറൊക്കെ ഉണ്ടാവും, ഈ മണ്ണൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നല്ലോണം ഒന്ന് ഇത് വാഷ് ചെയ്യേണ്ടി വരും. ഇനി നമുക്ക് വലിയൊരു പാത്രത്തിൽ നിറയെ വെള്ളം വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒന്ന് തിളവന്നതിന് ശേഷം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ല കപ്പയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. നല്ല ഇതേപോലെ ഇങ്ങനെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് സോഫ്റ്റ് ആണെങ്കിൽ നമുക്ക് ഇത് തീ ഓഫ് ചെയ്യാം. അതിന് ശേഷം ഒരു അരിപ്പയിൽ ഇത് വെള്ളം വരാനും വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പ ബിരിയാണിക്കുള്ള ബീഫ് റെഡിയാക്കണം. അതിനായിട്ട് ഒരു കുക്കർ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചതും ഒരു 10 വെളുത്തുള്ളി അല്ലി ചതച്ചതും പിന്നെ ഒരു 2 പച്ചമുളക് കീറിയതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 4 സവാള നേർമയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൂടുതൽ അങ്ങനെ വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിൽ പൊടികൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട്. ഒരു 3/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. പിന്നെ നമുക്ക് വേണ്ടത് 3 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർക്കണം. മല്ലിപ്പൊടി ചേർക്കുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയ മല്ലിപ്പൊടി ആകുമ്പം ഒന്നും കൂടി രുചി കൂടുക കേട്ടോ. പിന്നെ ഒരു 2 ടീസ്പൂണ് കശ്മീരി മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയ ഗരം മസാല 1 ടീസ്പൂണും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് നമുക്ക് ഇതൊന്ന് ചെറിയ തീയിലൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ 1 കിലോ കപ്പയാണ് എടുത്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഒരു 3/4 കിലോ ബീഫ് എല്ലും നെയ്യൊക്കെ കൂടിയിട്ട് ഉള്ളത് എടുക്കണം. എന്നാൽ ഇതിന് ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലിട്ട് കൊടുക്കാം. ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം. ഉപ്പും എരിവൊക്കെ നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്തോ കേട്ടോ. അവരവരെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മുളക് വേണമെങ്കിൽ കൂട്ടിയോ കുറുക്കുകയൊക്കെ ചെയ്യാം. ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് 1 കപ്പ് ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് നിങ്ങളെ കയ്യിലുള്ള ബീഫ് എത്ര മിനിറ്റാണ് വേവുന്നത്, ഓരോരോ ബീഫിനും ഓരോരോ കണക്കല്ലേ. അപ്പം അതേപോലെ ഒന്ന് കുക്കർ അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഈ ബീഫ് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് തേങ്ങ വറുത്തെടുക്കണം. അതിനായിട്ട് ഒരു ഫ്രൈ പാൻ ചൂടാകുമ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 1 ടീസ്പൂൺ വലിയ ജീരകവും 3 ചെറിയ ഉള്ളിയും പിന്നെ അരമുറി തേങ്ങ ചിരകിയതും കൂടി നമുക്ക് ചേർത്ത് ചെറിയ തീയിലൊന്ന് വറുത്തെടുക്കണം. കൂടുതൽ കരിഞ്ഞു പോകരുത്, കാരണം ടേസ്റ്റ് മാറും. അടുപ്പിനടുത്ത് തന്നെ നിന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് വറുത്തിട്ടെടുക്കണം. ഏകദേശം ഇതേ കളറാകുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഈ ഫ്രൈ പാനിൽ നിന്ന് അത് മാറ്റിയെടുക്കണം. ഓക്കെ, എന്നിട്ട് അരച്ചെടുക്കണം. പിന്നെ വേറൊരു ഫ്രൈ പാന് ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് തേങ്ങാക്കൊത്ത്, ഈ തേങ്ങാക്കൊത്ത് കപ്പ ബിരിയാണിയിൽ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടാ. തേങ്ങാക്കൊത്ത് കുറച്ചിട്ടിട്ട് നമുക്ക് ചെറിയ തീയിലൊന്ന് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെറുതായിട്ടൊന്ന് കളർ മാറുന്ന സമയത്ത് കുറച്ച് ചെറിയുള്ളി പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് വഴറ്റി കൊടുക്കാം.
ഇങ്ങനെ ഈ വറുത്തിട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ കപ്പ ബിരിയാണിക്ക് അടിപൊളി ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ വറുത്തിട്ട് ചേർക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്ക് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ 20 മിനിറ്റിന് ശേഷം ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ കറി വേണമെങ്കിൽ നിങ്ങൾക്ക് ചപ്പാത്തി, പത്തിരി, പൊറോട്ടൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള കറിയാണിത്. ഇത് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വലിയൊരു ചീനച്ചട്ടിയാണ് എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ വലിയൊരു പാത്രമോ എന്ത് വേണമെങ്കിലും എടുക്കാം. അതിൽ നമുക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കപ്പ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഉണ്ടാക്കി വെച്ച ബീഫ് കറിയും കൂടി ഇതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓണാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എല്ലാം കൂടി സെറ്റാക്കിയതിന് ശേഷം മാത്രം നമുക്കൊന്ന് ഫ്ലെയിം ഓണാക്കിയാൽ മതി. നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ വറുത്തരച്ച തേങ്ങയും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ തേങ്ങാക്കൊത്തൊക്കെ വറുത്ത് വെച്ചിട്ടില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. നല്ലോണം ഇളക്കിയിട്ട് എല്ലാം കംപ്ലീറ്റ് ഒന്ന് മിക്സ് ആകുന്ന രൂപത്തിൽ നല്ലോണം ഒന്ന് കൂട്ടി യോജിപ്പിക്കണം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓണാക്കിയിട്ട് ഒരു 10-15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് തിള വരുന്നവരെ വെക്കാം. കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല, കാരണം എല്ലാം കപ്പയും ബീഫും ഒക്കെ നമ്മൾ വെന്ത സാധനങ്ങളാണ്. അതുകൊണ്ട് കുറച്ച് സമയം മാത്രം വെച്ചിട്ട് പിന്നെ തുറന്നതിന് ശേഷം ഇതേപോലെ ഒരു മരത്തവിനെ കൊണ്ട് ഒന്ന് കുറച്ച് കപ്പ നമുക്കിതൊന്ന് മാഷ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മാത്രം കപ്പ ഇങ്ങനെ ഉടച്ചു കൊടുത്താൽ മതി, കാരണം അതും കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാനും വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് കുറച്ച് ടൈറ്റ് ആയിട്ടുണ്ടാകും. അഥവാ നന്ന ടൈറ്റ് ആകുവാണെങ്കിൽ ഇങ്ങനെ കപ്പ ഉടക്കുന്ന സമയത്ത് ഒന്നും കൂടി ഇത് ടൈറ്റ് ആവും. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചൊരു ലൈറ്റ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി മിക്സ് ആക്കി എടുക്കാം. ഇതിപ്പം നല്ലോണം ഒന്നും മിക്സാക്കി വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് ഞാൻ കറിവേപ്പിലും കൂടി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സേവിങ് ഡിഷിലോട്ട് മാറ്റാം. ഈ നാടൻ രുചി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. പിന്നെ ഈ കപ്പ ബിരിയാണി ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇതേ മെത്തഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ്. ഒരു 2 ദിവസമൊക്കെ ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് കേടാകുകയും ചെയ്യില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ടത് നല്ല എല്ലും നെയ്യും ഒക്കെ ഉള്ള ബീഫ് തന്നെ നമ്മൾ ഇതിന് ഉപയോഗിക്കണം. ഇനി നമുക്ക് ഒരു 2 സവാള ചെറുതായിട്ട് നുറുക്കിയത് ഇതിൻ്റെ മുകളിൽ വിതറി കൊടുക്കാം. ഈ സവാളിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി കേട്ടോ. പക്ഷെ നല്ല രസമാണ് ഇത് കൂട്ടി കഴിക്കുമ്പം. അപ്പോൾ നമുക്ക് കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് സ്പൂണോടൊന്നും കഴിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല. ഇതിൻ്റെ സ്റ്റൈല് നമ്മൾ കൈയോടെ തന്നെ ആ എല്ലും ബീഫും ആ കപ്പയൊക്കെ കൂട്ടിയിട്ട് കഴിക്കണം. എന്നാൽ അങ്ങനെയാണ് അതിൻ്റെ ഒരു സ്റ്റൈല് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയ വീഡിയോയും വിശേഷമായി വീണ്ടും വരാം. അതുവരേക്കും ബായ്.